എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആൻഡ് വി എസ്കേപ്ഡ് ലൈക്ക് 1 hour റൺ ചെയ്തു. എന്നിട്ട് വി എസ്കേപ്ഡ്. ഞങ്ങളുടെ അടുത്തേക്ക് ഇയാള് കൂടാണ്ട് വേറെ ആളുണ്ടായിരുന്നു. ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി 2. ഹായ് എവരിവൺ, എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് രാമചന്ദ്രൻ എന്ന പേര് നമ്മുടെ ഒരുപാട് പേരുടെ മനസ്സിൽ ഒരു നോവായിട്ട് കിടക്കും കുറച്ച് നാൾ. നൊമ്പരത്തോടെ അല്ലാണ്ട് കുറച്ച് നാളുകൾ എന്തായാലും ആ പേര് ഓർക്കാൻ പറ്റില്ല. കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ പങ്ക് തകർന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ ആ മരണപ്പെട്ട ആ ഒരു ആളുടെ പേരാണ് എൻ രാമചന്ദ്രൻ. മലയാളി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പുള്ളിക്കാരൻ മലയാളിയാണ്. പക്ഷെ മലയാളി എന്നല്ല, അവിടെ മരണപ്പെട്ട ഓരോ ഇന്ത്യക്കാരോടും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും ഒരു മലയാളി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ആ ഒരു വേദന എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വേദന തന്നെയാണ്. എന്തായാലും എൻ രാമചന്ദ്രൻ അവിടെ മരണപ്പെട്ടെങ്കിൽ കൂടിയും രാമചന്ദ്രന്റെ മകളായിട്ടുള്ള ആരതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആക്ച്വലി അവര് കുടുംബത്തോടെ കാശ്മീരിലേക്ക് ട്രിപ്പ് പോയതായിരുന്നു. രാമചന്ദ്രനും രാമചന്ദ്രന്റെ മകളായ ഈ ആരതിയും അവരുടെ 2 മക്കളും എല്ലാരും ഉണ്ടായിരുന്നു ട്രിപ്പിൽ. പെഹൽഗാമില് അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ ചെലവഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരവിടെ നിന്നിരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് 2 വെടിവെച്ചവർ കേട്ടത്. തോക്ക് എഴുതിയ 2 ഭീകരർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അച്ഛനായിട്ടുള്ള രാമചന്ദ്രനെ വെടിവെച്ചിട്ടു. എല്ലാം ക്ഷണനേരം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. എന്തായാലും തനിക്ക് അനുഭവപ്പെട്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ഭീകര നിമിഷങ്ങളെ കുറിച്ച് ഭാരതി മാധ്യമങ്ങളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലരും അത് കണ്ടു കാണും. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഒരു 1 ഷോട്ട് കേട്ടു. ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഷാറ്റേർഡ് ആയിട്ട് ഓടി. അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് കിടക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചത്. എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും. ഖലീമ, കൽമ, കലീമ, അങ്ങനെ അത് 2 പ്രാവശ്യം ചോദിച്ചുള്ളൂ. അപ്പൊ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചു. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്തു. അപ്പൊ എന്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈങ് ആയിരുന്നു. അപ്പൊ അയാൾ അത് എന്റെ തലേന്ന് എടുത്തിട്ട് ഹി വോക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആൻഡ് വി എസ്കേപ്ഡ് ലൈക്ക് 1 hour റൺ ചെയ്തു. എന്നിട്ട് അപ്പൊ ആരതിക്ക് നേരിട്ട അനുഭവങ്ങളാണ് ആരതി ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ അപ്പോൾ ചിന്തിച്ചത് ആരതിയുടെ ആ ഒരു സിറ്റുവേഷൻ, അപ്പോൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷനെ കുറിച്ചായിരുന്നു. ശരിക്കും സ്വന്തം അച്ഛൻ സ്വന്തം മകളുടെ മുന്നിൽ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുന്നതിന് ആലോചിക്കാൻ പോലും പറ്റില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആരതി കടന്നു പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ എന്തൊക്കെയായാലും സ്വന്തം അച്ഛൻ അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് ആരതി കാണിച്ച ആ ഒരു റെസ്പോൺസിബിലിറ്റിയെ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അച്ഛൻ കൺമുന്നിൽ വെച്ചൊരു ഒറ്റ ഷോട്ടിൽ മരണപ്പെട്ടു. ആ ഒരു ടൈമില് ആരതിക്ക് അച്ഛന്റെ മരണം എന്ന് പറയുന്നത് 100% ഉറപ്പായിരുന്നു. ആ ഒരു ടൈമിൽ ആരതിയുടെ അടുത്ത് 2 മക്കളുണ്ടായിരുന്നു അവരുടെ. ആ ഒരു സമയത്ത് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയാതെ ആരതി അവിടെ ചെയ്തത് എന്താണ്? ജീവനുള്ള തന്റെ സ്വന്തം പൊന്നു മക്കളെ ജീവൻ രക്ഷിക്കാനാണ് നോക്കിയത്. അത് ആരതി കാണിച്ച ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ആ ഒരു സമയത്ത് ആരതി എന്താണ് ചെയ്തത്? 2 മക്കളെയും കൂട്ടി താഴ്വഴിയുടെ താഴ്ത്തുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഇന്ന് ആ 2 മക്കൾ ജീവിച്ചിരിക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മുത്തച്ഛന്റെ കൂടെ ആ 2 മക്കൾ കൂടി മരിച്ചേനെ. സത്യം പറഞ്ഞ ആരതി അവിടെ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് അത് അവിടെ സംഭവിച്ചത്. ഈ വാർത്തകളുടെയൊക്കെ ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ നേരെ തിരിച്ചാണ് ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ച് കമന്റുകൾ വായിച്ചു തരാം. അച്ഛൻ മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് ഓടി താഴെ എത്തിയപ്പോൾ സമാധാനമായി എന്ന്. അച്ഛൻ പോയതിൽ ഒരു നേരിയ നൊമ്പരം പോലും ഇല്ലാതെ എങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നു? അങ്ങനെ ഇനി ഒരാൾ ഇല്ല എന്ന ഓർമ്മ പോലും നമ്മളുടെ വാക്കിനെ മുറിക്കും. ഇവിടെ പറയുന്ന ആണെന്ന് ഈ ആൾക്കാർക്ക് ബോധ്യമുണ്ടോ? ശരിക്കും ഇവരെന്താണ് പറയുന്നത്? ഈ കമന്റ് ഇട്ടവർക്ക് വല്ല ബോധ്യമുണ്ടോ? ശരിക്കും ആ കുട്ടികളെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടപ്പോ സമാധാനമായി എന്ന് പറയുന്നതിന്റെ അർത്ഥം അച്ഛൻ മരിച്ചപ്പോ സമാധാനമായി എന്നൊന്നും അല്ല. ആ 2 മക്കളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്നോർത്താണ് അവർക്ക് സമാധാനമായത്. മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിൽ ഈ കമന്റ് ഇട്ടവർക്ക് വേണം. കാര്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും അങ്ങോട്ട് എഴുതി വിടുവാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ സമയത്ത് അവരങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയായിരുന്നു പ്രവർത്തിക്കേണ്ടത്? അച്ഛനെ കെട്ടിപ്പിടിച്ച് അവിടെ കരഞ്ഞോണ്ടിരിക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ 2 മക്കളെയും കൂടി ആ തീവ്രവാദികൾ വെടിവെച്ചിട്ടേനെ. അന്നേരം നിങ്ങൾ നേരെ തിരിച്ചായിരിക്കും പറയുന്നത്. 2 ജീവനുകൾ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അത് മൈൻഡ് ചെയ്യാതെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരുന്നത്. എന്നിട്ട് ആ 2 ജീവനെയും ബലി കൊടുത്തു എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. എന്ത് ചെയ്താലും കുറ്റമാണല്ലോ, എന്ത് പറയാനാണ്? അടുത്ത കമന്റ് നോക്കാം. അവൾക്ക് വലിയ സന്തോഷം പോലെ അച്ഛൻ മരിച്ചത്, നല്ല സൈഡ് മണി കിട്ടുമെന്ന്. ഓ, എന്താണ് ഇതിനൊക്കെ പറയാ? ഈ കമന്റ് ഇട്ടവര് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. എന്തായാലും അടുത്ത കമന്റ് കൂടെ നോക്കാം. അപ്പന്റെ മരണം വിറ്റു പബ്ലിസിറ്റിയും പ്രശസ്തിയും അടിച്ചെടുക്കാനുള്ള അവസരം മുതലെടുക്കുകയാണ്. ഇവൾക്ക് മലയാളവും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. പട്ടിഷോ, എന്തൊരു ജന്മം.
അപ്പൻ മരിച്ചതിന്റെ കാശ് കൂടി കിട്ടുമ്പോൾ പിന്നെ എന്തിന് ദുഃഖിക്കണം? ഇതുപോലെ സന്തോഷിക്കുന്ന നാറുകൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് തിരിച്ചറിയുക. ഈ കമന്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുള്ളിക്കാരന്റെ വീട്ടിൽ പോയി ഈ പെണ്ണ് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ അച്ഛൻ മരിച്ച് ഇത്രയും കാശ് കിട്ടും, അതുകൊണ്ട് എനിക്ക് സന്തോഷമായെന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഇവരുടെ ഭർത്തല് കേട്ടാൽ. ഇതുപോലെ തന്നെ വേറെ കമന്റ് കൂടെ ഉണ്ട്, അതും കൂടെ വായിക്കാം. അച്ഛന് നേർക്ക് തീവ്രവാദികൾ തോക്ക് ചൂണ്ടിയപ്പോൾ ഇവൾ പൊട്ടിച്ചിരിച്ചു കാണും. അതാണ് തീവ്രവാദികൾ. കലികേറി അച്ഛനെ വെടിവെച്ചു കൊന്നത്. നല്ല മോൾ. അച്ഛനെ കൊന്ന തീവ്രവാദികളോട് ഇവൾ നന്ദി പറഞ്ഞു കാണുമെന്ന്. അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരതിയുടെ അച്ഛൻ മരിച്ച സമയത്ത് സംഭവിച്ചത് എന്താണ്? കുട്ടികളെയും കൂട്ടി അവള് അച്ഛൻ മരിച്ചെന്ന് ഉറപ്പാക്കിയതിനു ശേഷം രക്ഷപ്പെടുകയായിരുന്നു. അപ്പൊ ഈ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞു വിളിച്ചുകൊണ്ട് എന്റെ അച്ഛൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പബ്ലിക്കിന് മുന്നിൽ വന്ന് ആരതി സംസാരിക്കുമെന്നാണ് ആൾക്കാർ കരുതി. പക്ഷെ ആരതി അങ്ങനെ സംസാരിച്ചില്ല. അത്യാവശ്യം ബോൾഡായി സങ്കടങ്ങളെല്ലാം ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് പബ്ലിക്കിന് മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചു. അത് ഇവർക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അതിനാണ് ഇങ്ങനെ ഓരോ വൃത്തികേടുകളെ എഴുതി വിടുന്നത്. തിരിച്ചായിരുന്നെങ്കിൽ, അതായത് അച്ഛൻ പോയെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് കരഞ്ഞു നിലവിളിച്ചാണ് ആളുകൾക്ക് മുന്നിൽ വന്ന് ഇവര് സംസാരിച്ചിരുന്നെങ്കിൽ ഇവരിരു കൈയും നീട്ടി സ്വീകരിച്ചേനെ. ഓരോരോ പട്ടിത്തീട്ടങ്ങൾ എന്നല്ലാതെ ഇവരൊക്കെ എന്ത് പറയാനാണ്? ജീവിതത്തിൽ ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പെരുമാറുന്നത്. ചിലരുടെ ലൈഫിൽ അവർ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ട്രോമകൾ സംഭവിച്ചാലും അവർ പെട്ടെന്ന് തന്നെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും. അത് ചിലവരുടെയൊക്കെ കഴിവാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മൾ കാണുന്നതല്ലേ. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയിട്ട് ജീവിതത്തിൽ വലിയ വലിയ ട്രോമകളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ നേരിയ സൂചന പോലും മുഖത്ത് കാണിക്കാതെ അവരുമായിട്ട് സംസാരിക്കുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊക്കെ അവരെ കാണുമ്പോൾ ഒരു റെസ്പെക്ട് ആണ് തോന്നുന്നത്. എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന്. ജീവിതം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും പോകുന്നത്, എന്നാലും അവരിങ്ങനെ കളിച്ചിരിച്ച് നടക്കും. നമുക്കൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. കാര്യം എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടായാലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് മുഖത്തിലേക്ക് പെട്ടെന്ന് പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഒന്നും ഒരിക്കലും ഒളിക്കാൻ പറ്റില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആരതിയുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഈ ഒരു മീഡിയയുടെ മുന്നിൽ വരുന്നതിന് 2 ദിവസം മുന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ ബോൾഡായിട്ട് പബ്ലിക്കിന് മുന്നിൽ വന്ന് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഴിവ് തന്നെയാണ്. ശരിക്കും അവിടെ ആ ആരതിയുടെ ആ ഒരു ബോൾഡ് ആ ഒരു ഇതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന്റെ പകരം ഈ ഓരോരുത്തർ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും ആളുകൾ ചിന്തിക്കുന്നത് മാക്സിമം താഴ്ത്തി കെട്ടുക, സൈബർ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഏകദേശം 30ഓളം ആളുകൾ ആ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്ര തന്നെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ചില ആളുകൾ രക്ഷപ്പെട്ടു വരികയും ചെയ്തിട്ടുണ്ട്. എന്റെ ചോദ്യം അതല്ല, ഈ രക്ഷപ്പെട്ടവരിൽ എത്ര പേര് വന്ന് പബ്ലിക് മീഡിയയുടെ മുന്നിൽ സംസാരിച്ചിട്ടുണ്ട്? ആരതി അല്ലാണ്ട് വേറെ ആരെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിയൊരു പ്രശ്നം പബ്ലിക്കിനെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതിന്റെ ഭീകരത ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ മനസ്സിലാക്കാതെയാണ് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞില്ല കേട്ടോ. ഒരു കൂട്ടം ആളുകൾക്ക് ആരതി ബോൾഡായിട്ട് സംസാരിച്ചതാണ് പ്രശ്നമെങ്കിൽ മറ്റു ചിലർക്ക്, മറ്റു കൂട്ടർക്ക് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആരതി അണിഞ്ഞൊരുങ്ങി വന്ന് സംസാരിച്ചു, ലിപ്സ്റ്റിക് ഇട്ട് വന്ന് സംസാരിച്ചു എന്നൊക്കെയാണ്. ഞാൻ അങ്ങനത്തെ 1-2 കമന്റ് വായിച്ചത്. വന്നിരിക്കുന്നത് വെച്ചാൽ അച്ഛൻ മരിച്ചതിന്റെ ഒരു വിഷമവും ആണിഞ്ഞൊരുങ്ങി വന്ന ആ ഒരു വ്യക്തിയിൽ കാണുന്നില്ലെന്നാണ്. ആ കുട്ടി വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്നത് വളരെ നല്ല കാര്യം എന്ന് പറയുന്നുണ്ട്. അച്ഛനിൽ നിന്നും കിട്ടിയ ധൈര്യമാണെന്നും പറയുന്നുണ്ട്. ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നതിൽ ലിപ്സ്റ്റിക് ഇടുന്നത് എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ബോൾഡായിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ്. അപ്പോ ഈ സമയത്ത് ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങി മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിച്ചതാണ് ഇപ്പൊ പ്രശ്നമായത്. എന്തായാലും സ്വന്തം അച്ഛനല്ലേ മരിച്ചത്, കണ്ണാടിയിൽ നോക്കി എങ്ങനെ ലിപ്സ്റ്റിക് ഇടാൻ തോന്നുന്നു എന്ന് പറയുന്ന ഒരു കമന്റ്. ഇവിടെ ലിപ്സ്റ്റിക് ഇട്ടതും ആണിഞ്ഞൊരുങ്ങി വന്ന് സംസാരിച്ചതും ഒക്കെയാണ് പലരുടെയും പ്രശ്നം. എന്തൊക്കെയോ പ്രശ്നം കണ്ടുപിടിക്കാനായിട്ട് കമന്റ് ഇട്ട പോലെ ഉണ്ട്. ശരിക്കും അവര് അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട് പബ്ലിക്കിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ വ്യക്തി താല്പര്യമാണ്. ശരിക്കും അവർക്കറിയാം അവരുടെ ഈ ഒരു കോടിക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വന്നാണ് സംസാരിക്കുന്നത്. മീഡിയയുടെ മുന്നിലാണെങ്കിലും ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ഇത് ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നൊക്കെ അവർക്കറിയാം. സ്വാഭാവികമായിട്ടും അതൊക്കെ മനസ്സിലാക്കി അവർ അണിഞ്ഞൊരുങ്ങി വന്നിരുന്ന് സംസാരിച്ചു. അതിനിപ്പോ എന്താ കുഴപ്പം? ആരുടെയൊരു സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. എത്ര വലിയ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് മീഡിയാസ് വന്ന് കയറുകയാണെങ്കിൽ ഞാൻ അവരെ പുറത്തേക്ക് നിർത്തിക്കൊണ്ട് ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങി വന്നേ സംസാരിക്കത്തുള്ളൂ. അതിന്റെ വ്യക്തി ശുചിത്വമാണ്. അതായത് നമ്മളെ മോശപ്പെട്ട അവസ്ഥയിൽ പബ്ലിക് കാണരുതെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനൊരു ഇതുണ്ട്. എന്താണ്, നമ്മളെ ഒരു മോശം രീതിയിൽ അല്ലെങ്കിൽ ഒരുമാതിരി ഇരുന്ന് പബ്ലിക് ഒന്നും നമ്മളെ കാണരുത്, അവർ കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കണം എന്ന് നമുക്ക് അങ്ങനെ തോന്നും. അത് ആരതിയും അങ്ങനെ ചെയ്തു. തന്റെ മോശം കോലത്തിൽ പബ്ലിക്കിനെ കാണിക്കാൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ലായിരിക്കും. അതിനിപ്പോ എന്താ പ്രശ്നം? ഇതൊക്കെയാണ് ഇവിടെ വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോ ഇനി ആരതിയുടെ അച്ഛൻ മരിച്ചതിൽ ആരതിക്ക് സങ്കടം ഇല്ലെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് ആരതിക്ക് സങ്കടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ രാമചന്ദ്രന്റെ ശവസംസ്കാരത്തിന്റെ സമയത്തുള്ള ഒരു വീഡിയോ ആണത്.
അപ്പൊ സന്തോഷമായല്ലോ, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് തളർന്ന് അവിടെ വീഴുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്താണാവോ പറയാനുള്ളത്? ഇനി ഇത് കണ്ട അഭിനയമാണെന്ന് പറഞ്ഞു വരുമോ? അല്ല വേണമെങ്കിൽ ഇനി അതും പറഞ്ഞു വരുമോ അഭിനയമാണെന്ന് പറഞ്ഞു? അല്ല എന്ത് പറയാനാണ് ഇവരൊക്കെ. ഇവിടെ ഇങ്ങനെ കമന്റ് ഇടുന്ന ചിലരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ? ആരതി ഇതേ ഇന്റർവ്യൂവിൽ തന്നെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണെന്നുള്ളതാണ്. അതൊന്ന് കേട്ടോക്കാം. എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവര് രണ്ടുപേരും എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. അപ്പൊ ഇപ്പൊ ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അപ്പോ കാശ്മീരിലെ 2 മുസ്ലിങ്ങളെ കുറിച്ച് ഇവര് വാഴ്ത്തിപ്പാടിയല്ലോ. ചിലർക്ക് അത് പിടിച്ചില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആരതിയെ ഡയറക്റ്റ് ആയിട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവര് നല്ല കാര്യമല്ലേ ചെയ്ത്, അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയുക. എന്തായാലും ആരതിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നവർ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അല്ലാതെ എന്ത് പറയാനാ? നമ്മളെല്ലാവരും ആരതിയുടെ കൂടെ തന്നെയുണ്ട്. ബാക്കി ഇങ്ങനെയൊക്കെയുള്ള കമന്റ് ഇടുന്നവരോട് പോയി പണി നോക്കാൻ പറയും. ഈ സമയത്ത് ആരതി കാണിച്ചത് തികച്ചും പക്വതാപരമായിട്ടുള്ള കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.